ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്കുള്ള പെൻഷൻ മസ്റ്ററിംഗ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാന തീയതി ഓഗസ്റ്റ് 24 വരെ ആയിരുന്നുവെങ്കിലും അത് സെപ്റ്റംബർ 30 വരെ സർക്കാർ നീട്ടിയിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ വീടുകളിലേക്ക് പരിശോധനയ്ക്കായി സർക്കാർ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുമെന്ന പ്രധാന അറിയിപ്പുകളുണ്ട്. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിന്റെ അർഹതാ പരിശോധനകൾക്ക് വേണ്ടിയാണ് ചില വീടുകളിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധനയ്ക്കായി എത്തിച്ചേരുന്നത്. വിവിധ മേഖലകളിൽ നിന്നും പരാതികൾ പഞ്ചായത്തിലേക്ക് എത്തുന്നതിനെ തുടർന്നാണ് അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിച്ചേരുന്നത്. അനർഹമായാണ് ആനുകൂല്യം കൈപ്പറ്റുന്നത് എന്ന് വ്യക്തമായാൽ പദ്ധതിയിൽ നിന്നും ഗുണഭോക്താക്കളെ മാറ്റുവാനുള്ള തീരുമാനം സർക്കാർ എടുക്കും. ഇല്ലെങ്കിൽ സ്വയമേ മാറുവാനുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും നടത്തുന്നത് ഭൗതിക പരിശോധനയാണ്. ഇതിനെ ഭൗതിക നിലവാര പരിശോധനകൾ എന്ന് പറയും. ഇതിൽ 3 പ്രധാന കാര്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ വിസ്തീർണം 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളതാണ് എങ്കിൽ അതിനോടൊപ്പം ആധുനിക രീതിയിൽ ഫ്ലോറിംഗ്, കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റൂഫിംഗ് ഇവയെല്ലാമാണ് പ്രധാനമായും സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വീടുകളിൽ കഴിയുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്ന് സർക്കാരിന്റെ ഉത്തരവിൽ മുമ്പ് തന്നെ ഉണ്ട്. അതോടൊപ്പം വീടുകളിൽ AC ഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം വീടുകളിൽ കഴിയുന്ന പെൻഷൻ ഗുണഭോക്താവിനും പെൻഷൻ കൊടുക്കേണ്ടതില്ല എന്ന് സർക്കാരിന്റെ ഉത്തരവുണ്ട്. ഏറ്റവും ഒടുവിലായി 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള 4 ചക്ര വാഹനങ്ങൾ പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകളിലും കൃത്യമായി പരിശോധന നടത്തുമെന്നും ഗുണഭോക്താവിന് ആനുകൂല്യം നൽകേണ്ടതില്ല എന്നും സർക്കാരിന്റെ ഉത്തരവിലുണ്ട്. ഈ 3 കാര്യങ്ങളുമായിരിക്കും ആദ്യഘട്ടത്തിൽ സർക്കാർ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുവാൻ പാടില്ല. മറ്റ് പെൻഷൻ സ്കീമുകളിൽ അംഗത്വം ഉണ്ടായിരിക്കുവാനും പാടില്ല തുടങ്ങിയ മാനദണ്ഡങ്ങളും ഇതിന്റെ ഭാഗമായുണ്ട്. ഇതെല്ലാം തന്നെ മാറ്റിവെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. പുതിയതായി പെൻഷന് അപേക്ഷ വയ്ക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ കർശന പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് പെൻഷൻ ഇനി മുതൽ അനുവദിക്കുക. ചിലർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ കൗൺസിലർമാരെ സ്വാധീനിച്ച് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാറുണ്ട്. ഇങ്ങനെയുള്ളവരെ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ ഒരുപക്ഷെ വലിയ പിഴ തന്നെ അടയ്ക്കേണ്ട സാഹചര്യം വരാം. പരിശോധനകൾ വിവിധ മേഖലകളിലും ആരംഭിച്ചു കഴിഞ്ഞു. ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.